ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോക്കിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ അത് കാരണം കുറച്ചൊന്ന് എനിക്കൊന്നാമത് ചെവിക്കുമൊക്കെ വയ്യാത്തതുകൊണ്ട് വലിയ വെളുപ്പിനൊന്നും എനിക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ലേറ്റായിട്ടാണ് എണീറ്റത്. എന്നിട്ട് ഞാൻ ജനലൊക്കെ തുറന്നിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി നമ്മുടെ ആ ചെയർ ബാക്കും അവിടെ ടീപ്പോയി എല്ലാം ഈ പൂച്ചക്കുട്ടികൾ രണ്ടെണ്ണം ഉണ്ട്, അതേ കയറി കിടന്നുകൊണ്ട് മേടാണ്. അപ്പോൾ അതെല്ലാം വിരിച്ച് നമ്മുടെ ഒക്കെ റെഡിയാക്കിയിട്ട് കുഷ്യനും എല്ലാം ഭംഗിയാക്കിയിട്ട് അപ്പോൾ രാവിലെ എണീക്കുമ്പോഴുള്ള പരിപാടികൾ ഇതാണ്. ചിലപ്പോൾ രാത്രി ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് കിടക്കുന്നുണ്ട്, ചിലപ്പോൾ രാത്രി അങ്ങ് മടിയായിരിക്കും. അപ്പോൾ രാവിലെ എണീച്ച് അവിടെയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടും. അപ്പം ഞാനതിൻ്റെ വാതിൽ തുറന്ന് നോക്കിയപ്പം നല്ല മഴയാണ്. അപ്പോൾ ഇന്നലെ ഫുള്ള് മഴയായിരുന്നു രാത്രിയൊക്കെ. അപ്പോൾ നമ്മൾ കിച്ചണിലോട്ടൊന്നും കയറിയില്ല. അപ്പോൾ നേരെ വാതിൽ തുറന്ന് ഒക്കെ ഒന്ന് വീക്ഷിച്ചു എങ്ങനെയുണ്ട് മഴയെന്നൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് അടിച്ചൊക്കെ വാരി വിളക്കൊക്കെ കത്തിക്കണേ. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് കാത്തുവാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെയൊക്കെ തന്നെ ഒന്ന് അടിച്ച് ഒക്കെ കൊടുത്ത് പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചിടും. ഒരു പ്രാവശ്യം ഒന്ന് അധികം അഴുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചിടും. അപ്പോൾ രാവിലെ നമുക്ക് എപ്പോഴും നല്ലതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നേരത്തെ അമ്പലത്തിൽ പോകുന്ന സമയമൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് വെളുപ്പിന് 5 മണിക്കൊക്കെ എണീക്കും കേട്ടോ. എന്നിട്ട് എല്ലാം വെളുപ്പിന് തന്നെ ചെയ്യും. ഇപ്പോൾ ഞാൻ തല നനക്കാൻ പയ്യെ, അപ്പോൾ അതുകൊണ്ട് വെളുപ്പിനെ എണീക്കൊന്നുമില്ല. പിന്നെ ചേട്ടന് മാത്രം 9 മണിയാകുമ്പോൾ പോയാൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ടും അടുപ്പ് എണീക്കുന്നത്. പിന്നെ മഴ കാരണം നമ്മൾ ഇന്ന് ഒത്തിരി ലേറ്റായി. എന്ന് പറഞ്ഞാൽ മണി ഇപ്പം 6:30 പിന്നെ കാത്തു കുളിച്ച് വിളക്കെല്ലാം കത്തിച്ചു. അപ്പോൾ ചെറുതായിട്ടൊരു ചോർച്ച ഉണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് കയറി. അപ്പോൾ ഞാൻ കിച്ചണിൽ ആദ്യം കയറി വന്ന് ജനലൊക്കെ തുറന്നിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേദിവസം കിടക്കുമ്പോൾ തന്നെ നല്ല നീറ്റായി കിടക്കുന്നത്. പിന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനമാണ്. അടുക്കള അല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അടുക്കള വൃത്തിയായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ജോലി ചെയ്യാൻ തോന്നും. അതല്ല നമ്മൾ എന്തെങ്കിലും ഇപ്പം നമുക്ക് വയ്യെങ്കിൽ ശരി, എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമ്മളത് രാത്രി അത് കിടക്കണതിന് മുമ്പ് ക്ലീൻ ചെയ്തിടും. ചിലപ്പോൾ എന്താ പറയുക, തീരെ അവശതയായിരിക്കും. ഒന്നാമതെ തണുപ്പും ചെവിക്കുമൊക്കെ വയ്യാത്തതുകൊണ്ട് ഇനിയും പോകണം ഡോക്ടറെ അടുത്ത് 2-3 പ്രാവശ്യവും കൂടി, എന്നാലും അവർ വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒറ്റയടിക്ക് എടുക്കത്തില്ല. അപ്പോൾ അതിനു വേണ്ടി ഇനിയും പോകണം 2-3 ദിവസവും കൂടി നമുക്ക്. അപ്പോൾ ഈ തണുപ്പൊക്കെ ഇല്ലേ ഇപ്പോൾ നല്ലതായിട്ട്, ഇപ്പോൾ തണുപ്പ് അടിക്കാൻ മേല. ഇനി നമുക്ക് എന്താ പറയുക, പാൽ വെക്കണം. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് തണുപ്പാണ് ഇപ്പം. അപ്പം എന്തായാലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിണറ്റിലെ വെള്ളമാണ്. ഞങ്ങളിപ്പം തിളപ്പിച്ച് തന്നെ കുടിക്കാറുള്ളൂ എപ്പോഴും വെള്ളം. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ തിളപ്പിച്ച വെള്ളം കുടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെക്കുന്നത് കുടിക്കാനുള്ള വെള്ളം ഞാനിപ്പോൾ തലേദിവസമൊക്കെ നിറച്ച് വെക്കും.
അപ്പോൾ അത് വെച്ച് ഇനി നമുക്ക് പാല് പിന്നെ ഞാൻ വെള്ളം നിറച്ച് എടുത്തു കൊണ്ടുപോയിട്ട് നമ്മൾ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ടേബിളിലോട്ട് വെക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ചായയൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഇന്ന് പറ്റിയുമില്ല. അത് വയ്യാത്തതുകൊണ്ട് നമുക്കേ അങ്ങ് ഒരു മൂഡില്ല എടുക്കാനായിട്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും എടുക്കണ്ടേ വീഡിയോ. അപ്പം പിന്നെ ഇനി കഴിഞ്ഞ ദിവസം ഇട്ടില്ല, അപ്പം ഇനി മുടങ്ങിപ്പോവില്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ മാവിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ എന്താ പറയുക, രാവിലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും മാവടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ നോ പ്രോബ്ലം. പിന്നെ കറികളൊക്കെ തന്നെയാണെങ്കിലും മീനൊക്കെ വറക്കാറുള്ള ഉപ്പ് പുരട്ടി വെച്ചു, രസവും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വയ്യാത്തതും കൂടി കാരണം നമുക്ക് അതൊക്കെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. മെയിനായിട്ട് നമുക്ക് രാവിലെ തല കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ എനിക്ക് ഭ്രാന്താണ് എനിക്ക്. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ വാഷ് ബേസിനൊക്കെ ഒന്ന് നമ്മുടെ എന്താ പറയുക ഹാൻഡ് വാഷ് കൊണ്ട് തന്നെ ഒന്ന് കഴുകിയിടും. അപ്പോൾ നല്ല ഹാൻഡ് വാഷ് നല്ലൊരു സ്മെല്ലല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡെയിലി അങ്ങോട്ട് കഴുകിയിടും. അപ്പോൾ അതൊക്കെ രാവിലെ ശരിക്കും പറഞ്ഞാൽ കുളിക്കണതിന് മുമ്പ് തന്നെ ഈ മേശപ്പുറവും വാഷ് ബേസിനും അങ്ങ് ഒക്കെ റെഡിയാക്കിയിടും. എന്നിട്ടേ ഉള്ളൂ കുളിക്കത്തുള്ളൂ. അപ്പോൾ തല കുളിക്കാൻ പറ്റിയില്ലെങ്കിലും രാവിലെ തന്നെ മേല് കുളിക്കും. അപ്പം അത്രയൊക്കെ ചെയ്ത് അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ നാറിൻ്റെ അവിടെ പോയി, നല്ല മഴയല്ലേ, അപ്പോൾ ഒന്ന് വെള്ളത്തിൻ്റെ ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അതിൻ്റെ നല്ലതായിട്ട് നല്ല ഒഴുക്കുണ്ട്, കണ്ടൊക്കെ ഒഴുകി വരുന്ന നോക്കിക്കേ. അപ്പം പിന്നെ ഉരുളുമൊക്കെ പൊട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കണ്ടീഷനാണെങ്കിൽ നമുക്ക് വെള്ളം വരുമെന്നുള്ള ഒരിത് തന്നെയാണ്. അപ്പം ഞാൻ പോയിട്ടൊന്ന് നോക്കാനൊക്കെ പോയതാണ്, എങ്ങനെയുണ്ട് വെള്ളത്തിൻ്റെ സ്ഥിതി എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ പണി തരുമെന്നാണ് തോന്നുന്ന വെള്ളം. അപ്പോൾ നമുക്കിനി വെള്ളം കയറുമെന്നുള്ളൊരു ഭയവും കൂടിയുണ്ടേ. വെള്ളം വഴി കയറിയാലും നമുക്ക് ഉപദ്രവമല്ലേ, പിന്നെ നമുക്കെങ്ങും പോകാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ വീട്ടിലോട്ട് കോമ്പൗണ്ടിലോട്ട് കയറത്തില്ല, എന്നാലും നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം